നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശബ്ദം പുറത്തു വരില്ലെന്നേ ഉള്ളൂ. കണ്ണി നോക്കിയാ ഗോപിയേട്ടന്റെ മനസ്സ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ എന്തിനാ എല്ലാവരും ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നേ? മനസ്സുള്ളവര് വിശ്വസിച്ചാ മതിയെന്നേ. അച്ഛാ, ഈ വീട്ടിലെ മരുമോളായിട്ട് വരുന്നതേ പാർവതി ആയിരിക്കുമെന്ന് ഗായത്രി അമ്മയ്ക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഡ്രസ് കണ്ടില്ലേ? അളവെടുത്ത് തയ്പ്പിച്ചതുപോലെയുണ്ട്. ഓർണമെന്റ്സും എല്ലാം പാർവതിക്ക് മാച്ചാ. ഓർണമെന്റ്സ് മുഴുവനൊന്നും ഇട്ടിട്ടില്ല. ഇടാനേ പാർവതി ഒട്ടും സമ്മതിച്ചില്ല. ഇവൾക്ക് എന്തോ ഒരു ചമ്മല് പോലെ. അച്ഛൻ പറ, ഗായത്രിയമ്മയെ പോലെ തന്നെയുണ്ടോ? വിശാൽ ബ്രോ പറ, ഗായത്രിയമ്മയെ പോലെ ഉണ്ടോ? പാർവതിയെ പോലെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. സാക്ഷാൽ പാർവതി ദേവിയെ പോലെ. എന്താ ഐശ്വര്യം, എന്താ തേജസ്. ചെറിയമ്മേ, പാർവതിക്ക് കണ്ടുകിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്നും സാരമില്ല. ഞാനേ ഉപ്പും മുളകൊഴിഞ്ഞ് അടുപ്പിലിട്ടോളാം. സൗന്ദര്യമുള്ള പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് തോന്നതാ. സൗന്ദര്യത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് മുന്നിൽ കൊണ്ടു ചെന്ന് നിർത്തിക്കൊടുക്ക്. അതിൽ 4 മാർക്ക് കിട്ടിയാലായി. അവരുടെ മുന്നിലേ നിന്നെ നിർത്തിക്കൊടുക്കാം. 0-ത്തേക്കാൾ മികച്ചത് 4 തന്നെയാണല്ലോ. ചെറിയമ്മേ, അസൂയക്കും കുശുമ്പിനും ഇനിയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ? എനിക്ക് അസൂയോ? ഈ കോലം കെട്ടല് കണ്ടിട്ടോ സുശീലാന്റി, എന്റെ വീട്ടിലും ജോലിക്കാരികളുണ്ട്. വീട്ടുകാര് സംസാരിക്കുന്നിടത്തേക്ക് എത്തി നോക്കാൻ പോലും അവർക്കാർക്കും അവകാശമില്ല. പക്ഷേ ഈ വീട്ടിലും വീട്ടുകാരെക്കാളും മുകളിലാ ജോലിക്കാരിയുടെ സ്ഥാനം. അതിന്റെ ആവശ്യമുണ്ടോന്ന് ആന്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. വയ്യാതെ കിടക്കുന്ന ഒരാൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഗാർഗി രാധിക്ക് അത് സാധിച്ചു കൊടുത്തു. നല്ല കാര്യം. ഗോപിയേട്ടന്റെ ആഗ്രഹം നടന്നില്ലേ? മതി, ഇനി നീ പോയി നിന്റെ വസ്ത്രം ഇട്. ചെല്ല, അടുക്കളക്കാരിയുടെ വേഷം. ഇങ്ങോട്ട് തന്നെ. അപ്പാ മാറും. മോള് കരയണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പപ്പ പോകുന്നുള്ളൂ. മോള് കരയണ്ട, വാ. പ്രഭാവതി, നിങ്ങൾ എന്ത് പറഞ്ഞ എന്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? വക്കീലെ, അത് നിങ്ങളുടെ മകന്, ഈ നിൽക്കുന്ന വിശാലിന് ജാസ്മിനെ വിവാഹം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല? എനിക്കൊരു ഉത്തരം ഇപ്പൊ കിട്ടിയേ പറ്റൂ. ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ല. വിശാലിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തന്നെയാ ഞാൻ ജാസ്മിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വിവാഹം നടത്തിക്കൊടുക്കാൻ ശ്രമിച്ചതുവാ. എന്നിട്ട് എന്താണ് ഉണ്ടായതെന്ന് ജാസ്മിനും ജതിനും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആശുപത്രിയിൽ നിന്ന് വിശാല തിരിച്ചെത്തിയതേ ഉള്ളൂ.
വാക്ക് തന്നത് പ്രഭാവതിയാണെങ്കിൽ ഈ വിവാഹം നടത്തിയിരിക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. വിശാൽ ജാസ്മിനെ വിവാഹം കഴിക്കുമെന്ന് മിസ്റ്റർ ഗോപിനാഥ് പറയട്ടെ. മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. മിസ്റ്റർ ഗോപിനാഥ്, എന്താ ഒരു മറുപടി പറയാത്തത്? എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. അതെ, അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട. എന്റെ വിവാഹത്തെക്കുറിച്ചല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അതിന് ഞാൻ മറുപടി പറഞ്ഞാ പോരെ? മതി. എനിക്കൊരു ഉറപ്പ് കിട്ടണം. ഞാൻ ഉറപ്പ് നൽകുന്നു. ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങും. ജാസ്മിൻ ഇനിയും വിവാഹ വേഷത്തിൽ ഒരുങ്ങുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരുങ്ങി വന്നതാ എന്റെ മകള്. അതുപോലെ ആകരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വിവാഹം നടക്കും. വിശാൽ, നീ എന്തേ പറയുന്നേ? വിശാലിന് പറയാനുള്ളത് വിശാല് പറഞ്ഞോളൂ. രാധിക ഇടയിൽ കയറി സംസാരിക്കണ്ട. ജാസ്മിന് വേണ്ടി നിങ്ങളൊക്കെയല്ലേ സംസാരിക്കുന്നേ? അപ്പോ വിശാലിന് വേണ്ടി എനിക്കും സംസാരിക്കാം. വിശാൽ, നീ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഒരു വാക്ക് കൊടുക്കരുത്. വിവാഹം ഒരു പെൺകുട്ടിയുടെ അവകാശമല്ലേ ചെറിയമ്മേ? അത് ജാസ്മിന്റെ ആ അവകാശം നമുക്കായിട്ട് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. വിവാഹം നടക്കും. വിശാൽ, അതുവരെ ജാസ്മിന് ഈ വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യാം. വിശാൽ ബ്രോ, പാർവതി മറന്നുകൊണ്ട് വാക്ക് നൽകല്ലേ. പാവം കിട്ടും. ഈ വിശാൽ ഗോപിനാഥിന് വാക്കൊന്നേ ഉള്ളൂ അങ്കിൾ. ജാസ്മിനെ വിവാഹ വേഷത്തിൽ അങ്കിളിനെ കാണാൻ കഴിയും. പക്ഷേ അതിന് ഒരു മാസത്തെ സാവകാശം തരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.